സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നവരിൽ 90% ആളുകൾക്കും അറിയാത്ത 3 കിഡിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ശക്തിയായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ കയ്യിൽ നിന്നൊന്ന് വഴുതി വീണ് പോയി കഴിഞ്ഞാൽ ആകെ ഒരു ടെൻഷനാണല്ലേ. മൊബൈലിൻ്റെ സെൻസറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ടച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആകെ ഒരു ടെൻഷനായിട്ട് മാറും. ചിലപ്പോൾ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്ന മൊബൈലാണെങ്കിലും ഒരു ഹാങ് ആയിട്ട് പോകുന്ന രൂപത്തിലൊക്കെ ആകുമ്പോൾ ആകെ ഒരു ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യും. അതിന് മുമ്പേ നമ്മുടെ മൊബൈലിൽ തന്നെ ഈ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ആദ്യം നമുക്കതൊന്ന് പരിചയപ്പെടാം. ഞാൻ അതിനായിട്ട് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ടെസ്റ്റ് ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് കണ്ടിന്യൂ എനിക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ അതിൽ സ്റ്റാർട്ടിങ് എന്നായിരിക്കും കാണിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഓരോന്നോരോന്ന് ഇവിടെ ടിക്ക് മാർക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് വരില്ല. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സെൻസർ ഇപ്പോൾ ഓക്കെയാണ്, അങ്ങനെ ഫോണിലുള്ളതെല്ലാം തന്നെ ഇവിടെ ചെക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡറോട് കൂടിയിട്ടാണ് നമുക്കത് സെൻഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ആ ബോർഡറൊക്കെ ഒഴിവാക്കുന്ന, ആ നാവിഗേഷൻ ബാറൊക്കെ ഒഴിവാക്കുന്ന ഒരു സെറ്റിങ്സ് നമ്മുടെ സാംസങ് മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് വീണ്ടും ഞാനൊന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീൻ ഷോട്ട്സ് ആൻഡ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈഡ് സ്റ്റാറ്റസ് ആൻഡ് നാവിഗേഷൻ ബാർസ് എന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡറോ അല്ലെങ്കിൽ താഴെ നാവിഗേഷൻ ബാറുകളോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിങ്ങിലോ മറ്റോ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സൈലൻ്റ് ആക്കാൻ മറന്നു പോയിട്ടുണ്ടാകും. ആ സമയത്ത് കോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈലൻ്റ് ആകുന്ന ഒരു സെറ്റിങ്സ് നമ്മുടെ സാംസങ് മൊബൈലിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് പരിചയപ്പെടാം. അതിനായിട്ട് വീണ്ടും ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗത്ത് തന്നെ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മ്യൂട്ട് വിത്ത് ഗസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ. ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് സൈലൻറ്റ് മോഡിലല്ല എങ്കിൽ ഇതുപോലെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സൈലൻറ്റ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 3 ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഈ നെയിമിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.